ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചന്ദ്രു, വാ. ഇവിടെ വെച്ച് വിളമ്പുന്നതും തുണി അലക്കുന്നതും ഒക്കെ പൊട്ടും തൊങ്ങലും ഇട്ട് പെരിപ്പിച്ചങ്ങോട്ട് പറയാൻ. എന്നാലല്ലേ കുറുപ്പിന്റെ മോള് ഹരിത ക്രൂരിയും എച്ചിൽ പാത്രം കഴുകുന്ന ജഗതയുടെ മോള് സുചിത്ര പുണ്യവതി ആവത്തുള്ളൂ. ഹരിത, ഞാൻ ആരെ കുറിച്ച് ഒന്നും പറയാനല്ല പോകുന്നത്. എന്റെ മാധവേട്ടനെ ഒന്ന് കാണാന്. അതിനുള്ള അനുവാദമെങ്കിലും ഇന്ന് എനിക്ക് തരണം. ഇത് ഈ അമ്മയുടെ ഒരു അപേക്ഷയാ മോനെ. മനോജേ, നിന്റെ വീട്ടുകാർക്ക് അഭിനയിക്കാൻ നന്നായിട്ട് അറിയാലോ. നിനക്ക് വേണമെങ്കിലേ ഒരു നാടക ട്രൂപ്പ് തുടങ്ങാവുന്നതേ ഉള്ളൂ. അഭിനേതാക്കളെ ഒന്നും തേടി അലേണ്ട. നീ വരുന്നുണ്ടോ? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. മനോജേ, മോള് ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ലച്ച, ഞാൻ റൂം പൂട്ടായിരുന്നു. പ്രകാശേട്ടനും മോനും നല്ല ഉറക്കത്തില. അമ്മയെ കാണാൻ അച്ഛൻ പോവാണോ? ഞാൻ ഇറങ്ങിയാ. സൂക്ഷിക്കണേ അച്ഛ. ഹരിതയുടെ വീട് അച്ഛൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ആ വീടും പരിസരവും ശരിക്കും തിട്ടമുണ്ടാവില്ല. ആ സ്ഥിതിക്ക് രാത്രിയിൽ എങ്ങനെ അമ്മയുടെ മുറി കണ്ടുപിടിക്കുന്നത്? ചന്ദ്രികയെ കാട്ടിത്തന്നതും അവളോട് പ്രണയം തോന്നിച്ചതും അവളെ എന്റെ മനസ്സിന്റെ ഉടമയാക്കി തീർത്തതുമൊക്കെ മുകളിലിരിക്കുന്ന ഒരാളല്ലേ. പുള്ളിക്കാരന് എല്ലാ കാര്യത്തിലും ഒരു തിട്ടവും കണക്കും ഒക്കെ ഉണ്ട്. പിന്നെ അമ്മയെ പോയി കാണണമെന്ന് എനിക്ക് ധൈര്യം തന്നത് എന്റെ മരുമോളല്ലേ. ആ ധൈര്യവും കൂട്ടിനുണ്ടല്ലോ. ചന്ദ്രുവിന്റെ മുറി ഞാൻ കണ്ടുപിടിച്ചിരിക്കും. പോയിട്ട് വരാൻ മോളെ. വിശ്വാസ അച്ഛനെ രക്ഷിക്കട്ടെ. ആദ്യമായിട്ടാ ഇങ്ങനൊരു വാർഷികാഘോഷം. ഞാനും എന്റെ ചന്ദ്രുവും മാത്രം തമ്മിൽ കാണുന്നു. അല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരുമിച്ച ദിവസത്തെ ഓർത്തെടുക്കാൻ ഇതുപോലൊരു ഒളിച്ചു കാണലാ നല്ലത്. എങ്കിലേ പഴയ വിപ്ലവ പ്രണയത്തിന്റെ ഒരു വൈബ് കിട്ടും. അച്ഛാ, അച്ഛന്റെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടാ പ്രകാശൻ ഉണരും. പിന്നെ പ്രശ്നമാകും. അതറിയാവുന്നതുകൊണ്ട് സന്ധ്യാസമയത്തെ ഞാൻ സ്കൂട്ടർ പുറത്തിറക്കി വെച്ചു. അതേതായാലും നന്നായി. അച്ഛൻ തിരികെ വരുമ്പോ വിളിക്കാനും ബെല്ലടിക്കാനും ഒന്നും നിൽക്കണ്ട. താക്കോല് ദേ ആ ജനല് തുറന്ന് പടിയിൽ വെച്ചേക്കാം. അതിന് മോള് ബുദ്ധിമുട്ടണ്ട. നമ്മുടെ വീടിന്റെ ഡോറിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഞാൻ എടുത്തിട്ടുണ്ട്. അതെന്റെ കൈവശമുണ്ട്. ഇനി നേരം കളയുന്നില്ല, ഞാൻ ഇറങ്ങുക. പോയിട്ട് വച്ചാ.
മാധവേട്ട, വാ. മാധവേട്ട, ചന്ദ്രു, ഒന്ന് കാണാനും രണ്ടു വാക്ക് സംസാരിക്കാനും കൊതിച്ചിരിക്കായിരുന്നു. ഞാനും പകല് മുഴുവൻ ഞാൻ മാധവേട്ടനെ കാത്തിരുന്നു. അറിയാൻ ചന്ദ്രു, ഞാൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോഴാ പ്രകാശ് വന്ന് എന്നെ തടഞ്ഞത്. ചന്ദ്രുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്ന് വാക്ക് തന്നിട്ട് പ്രകാശം പുറത്തേക്ക് പോയി. നിന്നെയും കൂട്ടി പ്രകാശം വരുന്നതും നോക്കി ഞാനും ഏറെ നേരം കാത്തിരുന്നു. ഒടുവില് നിന്നെ കൂട്ടാതെ പ്രകാശം വന്നു. മാധവേട്ടൻ പറഞ്ഞത് കേട്ടിട്ട് പ്രകാശം വരുമെന്ന് കരുതി ഞാനും കാത്തിരിക്കായിരുന്നു. പ്രകാശം വന്നില്ല. പ്രകാശൻ ഇങ്ങോട്ട് വരുന്ന വഴി വെച്ച് മനോജിനെ കണ്ടെന്നും ഹരിത നിന്നെ പുറത്തുവിടാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും മനോജ് പറഞ്ഞത്രേ. അതുകൊണ്ടാ നിന്നെ കൂട്ടാതെ മടങ്ങി വന്നതെന്നാ പ്രകാശം പറഞ്ഞത്. അതൊക്കെ കള്ളമാ മാധവേട്ട. നമ്മൾ തമ്മിൽ പരസ്പരം കാണരുതെന്ന് നമ്മുടെ മക്കൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. മാനത്തെ കൊട്ടാ